തൽക്കാലം പെൻസിൽ കൊണ്ട് റഫായിട്ട് വരച്ചാൽ മതി. അതിന്റെ ഒപ്പം തന്നെ നമ്മളൊരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത അറിയാമല്ലോ. രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. ടു സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ടു ആംഗിൾസ് ആർ ഈക്വൽ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ചിത്രം തന്നു കഴിഞ്ഞാൽ ആ ചിത്രം നിങ്ങൾ നോക്കേണ്ടതില്ല, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ ചിത്രങ്ങളൊക്കെ അവർ നിങ്ങൾ അളവെടുത്ത് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഒരു പക്ഷേ അവർ ഒരു വര നീട്ടിയൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണോ നിർദ്ദേശം തന്നിരിക്കുന്നത് അത് നിങ്ങളത് വിശ്വസിക്കുക എന്ന് തൽക്കാലം അതുകൊണ്ട് പറ്റും. അപ്പം ദിസ് എ ബി സി ഡി നമുക്ക് പേര് കൊടുക്കാം. എ ബി സി ഡി ഈസ് എ പാരലോഗ്രാം. ദെൻ BEC this is an isosceles triangle. Isosceles triangle അതുപോലെ പിന്നെ ഇക്വിലേറ്റർ ട്രയാങ്കിൾ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. 3 സൈഡ്സും തുല്യമാകുക, 3 ആംഗിൾസും 60 ഈച്ച് വരിക. അത് നമ്മുടെ ഇക്വിലേറ്റർ ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ്. സമഭുജ ത്രികോണം എന്നാണ് മലയാളത്തിൽ പറയുക. 2 വശങ്ങൾ തുല്യമാകുക, 2 ആംഗിളും തുല്യമാകുക. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരും ഈ 2 ആംഗിളും. അങ്ങനെ വരുന്ന ട്രയാങ്കിളിനെ പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് മലയാളത്തിൽ പറയും. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, ഇക്വിലേറ്റർ ട്രയാങ്കിൾ ആൻഡ് ഐസോസെലസ് ട്രയാങ്കിൾ. ഇവിടെ നാം വരച്ചിരിക്കുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചു തന്നിട്ടുണ്ട്. ശരി ധ്യാന, ഞാൻ പറയുന്ന ഇതുവരെ പറഞ്ഞ് മനസ്സിലായോ? യെസ് ഓർ നോ? ഓക്കെ. ഇനി നിങ്ങൾ ഇതിന്റെ ഓപ്ഷൻസ് എഴുതുന്ന നേരം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇങ്ങനെ എഴുതി തുടങ്ങിക്കോളൂ. ഒന്നുകിൽ എ അല്ലെങ്കിൽ 1 2 എന്ന് എഴുതിയാൽ മതി. എ ബി സി ഡി. ഇനി നിങ്ങൾ ആൻസറിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് തൽക്കാലം ബബിൾ ചെയ്താൽ മതി. നിങ്ങളുടെ പരീക്ഷ ആണെന്ന് നിങ്ങൾ ബോൾ പോയിന്റ് പേന ബ്ലൂ ഓർ ബ്ലാക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ബബിൾ ചെയ്ത് തുടങ്ങാം. 40 ഡിഗ്രി ഞാൻ ക്വസ്റ്റ്യൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 50 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്. ഈ ഒരു ഫിഗർ ABCD ഈസ് എ പാരലോഗ്രാം ആൻഡ് BEC ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ. ഹൗ മച്ച് ഈസ് BEC? ഓഹോ, അതിന് നമുക്കൊരളവ് തന്നിട്ടുണ്ട്. ആ അളവ് നിങ്ങൾക്ക് എഴുതാം 110 ഡിഗ്രി. എങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ടൈപ്പ് ചെയ്യാം. ഞാൻ ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? എന്താ കാണാത്തത്? എന്താണ് മനസ്സിലാകുന്നില്ല? ആരെ കാണുന്നില്ല എന്ന് പറഞ്ഞു? ഓ എങ്ങനെ? അതുകൊണ്ട് ഓക്കെ, ഞാൻ വിചാരിച്ചു ബോർഡ് കാണുന്നുണ്ടല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇതിന്റെ ആൻസർ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും മിക്കവാറും. 40 ഡിഗ്രി ടൈപ്പ് ചെയ്തിട്ടുണ്ടോ മക്കള്? 40 ഡിഗ്രി, 40 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ 40 നമ്മൾ ബൗൾ ചെയ്തു. എങ്ങനെയാ 40 കിട്ടുന്നത് ധ്യാന, അറിയാമോ? ഇത് ഈ ABCD എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ABCD പ്രത്യേകത സാമാന്തരികമാണ്. മലയാളത്തിൽ സാമാന്തരികം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 110 ആയിരിക്കുമല്ലോ. ഇത് 110 ആകുമ്പോൾ ഇത് ലീനിയർ പെയറിലെ ലീനിയർ പെയർ ആകുമ്പോൾ ഇത് 110 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും മോളെ? 170 ആണ്. 110 + 70 = 180. ഓക്കെ, അത് റെഡിയാണ്. ഇനി നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. 2 സൈഡ് തുല്യമായ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഇത് എന്തായാലും 70 ആയിരിക്കണം.
കാരണം ഇത് 70 ആണെങ്കിൽ ഇത് 70 ആയിരിക്കും. 70 + 70 എത്രയാണ്? 140. 140 എത്ര കൂട്ടിയാലാണ് 180 കിട്ടുക? 40. ഇത് ആണ് ആൻസർ. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും കുട്ടിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. യെസ്, പറയും. ഈ മനസ്സിലായവർ പറയണ്ട, മനസ്സിലാകാത്തവർ മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായവർ എന്തിനാ പറയുമ്പോ ഒന്ന് മനസ്സിലാകാത്തവർ. ഓക്കെ, ഈസിയാണ്. ശരി, അപ്പൊ അങ്ങനെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്. ബാക്കിയുള്ള കുട്ടികൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്ത് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ക്ലിയർ ആകാത്ത പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്ത് പറയുക. ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അയച്ചു തന്ന ധാരാളം ക്വസ്റ്റ്യൻസ് കിടക്കുകയാണ്. ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. എന്നിട്ട് സമയമുണ്ട് ചെയ്യാം. നാളെയും ക്ലാസ് ഉണ്ട്. ആ വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ രാവിലെ ഇനി 5:30 ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൻ്റെ വിവരം ഇങ്ങനെ പറയും. ചിലപ്പോൾ തലേ ദിവസം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും. അപ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് അറിയിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ശരിക്കും ശ്രദ്ധിക്കുക. നാളത്തെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അയച്ചു തന്ന പല ചോദ്യങ്ങളും ഇന്നും പെൻഡിങ് ആണ്. അതൊക്കെ നമുക്ക് നാളെ മറ്റന്നാൾ കൊണ്ട് ക്ലാസ് ക്ലിയർ ചെയ്യാം. ഒരു ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൂടി തരുന്നുണ്ട്. പോകാം നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക്. ധ്യാന, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോയാലോ? യെസ്. അടുത്ത ചിത്രം ഇതാണ്. അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു. ആദ്യം ആ സർക്കിൾ നിങ്ങൾ വരയ്ക്കേണ്ടതുണ്ട്. പിന്നെ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇല്ല, ചിത്രം കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ സർക്കിൾ വരച്ചിട്ട് ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. എന്നിട്ട് ചെയ്താൽ മതി. 1 2 3 4 5 5 ഭാഗം അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 5ഉം ഒരേ അകലത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ആയിട്ടില്ലെങ്കിൽ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. ഇവ തമ്മിൽ യോജിപ്പിച്ചു. ഇത് ഇങ്ങനെ യോജിപ്പിച്ചു. അതിനുശേഷം ഈ സർക്കിൾ ഞാൻ അങ്ങോട്ട് മയക്കുകയാണ്. ധ്യാന, ഇപ്പോൾ എനിക്ക് കിട്ടിയ രൂപത്തിന്റെ പേരെന്താണ്? പെൻഡഗൺ. അപ്പൊ ഞാൻ ഈ പെൻഡഗണിന്റെ സൈഡൊക്കെ, ഈ 5 സൈഡും ഒരേപോലെ വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ആ സർക്കിൾ വരച്ചിട്ട് ചെയ്തത്. ഇപ്പം ഒരേപോലെ ആയിട്ടില്ലെങ്കിലും നിങ്ങളത് ഒരേപോലെയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വരയ്ക്കുന്ന ചിത്രത്തിൽ അത് ഒരേപോലെയായിട്ട് വരയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെ എല്ലാ സൈഡും 5 സൈഡും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ, ഒരേ വലിപ്പത്തിലാണ് വരുന്നതെങ്കിൽ ആ പെൻഡഗണിന് ഒരു പേരുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പഞ്ചഭുജം തന്നെയാണ് അതിന്റെ മലയാളം. അതെനിക്ക് മനസ്സിലായി. ഈ പഞ്ചഭുജത്തിന്റെ എല്ലാ വശവും തുല്യമാണെങ്കിൽ ആ പഞ്ചഭുജത്തിന് ഒരു പേരുണ്ട്. റെഗുലർ പെൻഡഗൺ. അതാരാ പറഞ്ഞ റെഗുലർ പെൻഡഗൺ? അല്ല, ഞാൻ ചോദിക്കും, റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരെന്താ? പേര് പറയുമ്പോൾ സംഭവിച്ചത് പറ. ആരും പെട്ടതില്ല. റെഗുലർ പെൻഡഗൺ. റെഗുലർ പെൻഡഗണിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഈ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ റെഗുലർ പെൻഡഗൺ. അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ എല്ലാ ആംഗിളും തുല്യമായിരിക്കണം. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 8ാം ക്ലാസ്സിലേക്ക് കാല് വെച്ച് നടക്കുന്ന ചോദ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ചോദ്യം വന്നേക്കാം. അതുകൊണ്ടാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. റെഗുലർ പെൻഡഗൺ, എല്ലാ സൈഡ് ഈക്വൽ, അതൊന്നല്ല നമ്മളെ ചോദ്യം. നമ്മളെ ചോദ്യം ഇവിടുന്ന് നമ്മൾ ഇങ്ങനൊരു വര വരച്ചിട്ട് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഒരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിന് എന്ത് പ്രത്യേകതയാണ് ധ്യാനമുള്ളത്? ഈ ട്രയാങ്കിളിന്, ആ ട്രയാങ്കിളിനെ ഷെയ്ഡ് ചെയ്യാണ്. ശരി, ഈ ട്രയാങ്കിളിനെ ഷെയ്ഡ് ചെയ്തു.
എന്തൊക്കെയാണ് ധ്യാന ഞാനിപ്പോ ചെയ്തത് പറയാമോ? ഒരു പെന്റഗൺ വരച്ച് അതിന്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വരച്ചത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ തരാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ ധ്യാന. ഇതിന്റെ ഓപ്ഷൻ തരികയാണ് ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ. ഓപ്ഷൻ എ നിങ്ങള് ഇങ്ങനെ നിറം കൊടുത്ത് തുടങ്ങാം. 1:1:2 എന്ന് കൊടുത്തു. ഓപ്ഷൻ ബി 1:2:2 എന്ന് കൊടുത്തു. ഓപ്ഷൻ സി 2:3:3 എന്ന് കൊടുത്തു. ഓപ്ഷൻ ഡി 2:2:3 എന്ന് കൊടുത്തു. ധ്യാന, എന്റെ ചോദ്യം എന്താവാം? എന്റെ ചോദ്യം എന്താവാം? ആർക്കെങ്കിലും പറയാൻ പറ്റും എന്റെ ചോദ്യം എന്താവാം? പേര് പറഞ്ഞുകൊണ്ട് പറയൂ. ഒരു കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയൂ. അല്ലാതെ എല്ലാവരും കൂടി ബഹളം വെച്ച് എനിക്ക് എങ്ങനെ മനസ്സിലാവും? ദേവനന്ദ. ദേവനന്ദ വരാൻ കുറച്ച് വൈകിപ്പോയി തോന്നില്ലേ? ദേവനന്ദ, എന്തെങ്കിലും ഐഡിയ കിട്ടിയോ ഇതിനെ പറ്റി, ചോദ്യത്തെ പറ്റി? ഇല്ലേ? അല്ല, അത് ഞാൻ ചോദിക്കില്ല. ഷെയ്ഡ് ചെയ്തതിനെ പറ്റി തന്നെയാണ് ഞാൻ കാര്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഷെയ്ഡ് ചെയ്തിരിക്കുന്ന, അതല്ലെങ്കിൽ കറുപ്പിച്ചിരിക്കുന്ന, ഇപ്പൊ കറുപ്പിച്ചല്ല, നമ്മൾ ഇങ്ങനെ കള്ളി കൊടുത്താണ്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറുപ്പിക്കുകയാണ് ചെയ്യുക. ത്രികോണത്തിലെ കോണുകൾ തമ്മിലുള്ള, ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന് ചോദ്യം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ആംഗിൾസ് ഓഫ് ഷെയ്ഡ് ട്രയാങ്കിൾ? എഴുതിക്കോളൂ. വാട്ട് ഈസ് ദ റേഷ്യോ? What is the ratio of the angles? What is the ratio of the angles of the shaded triangle? Shaded triangle-ന്റെ ആംഗിൾസ് തമ്മിലുള്ള റേഷ്യോ ഇതിൽ ഏതായിരിക്കുമെന്നാണ് ചോദ്യം. ചില കുട്ടികൾ ഇത് കണ്ട ഉടൻ തന്നെ പറയും, ചില കുട്ടികൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടും പറയും. ഈ വിളിച്ച് പറയുന്നത് ആരായിട്ടും ബി എന്ന് വിളിച്ചു പറഞ്ഞ കുട്ടി പറ. വിളിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പേര് പറയണം, ഇല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. വിളിച്ച് പറയുന്നതിന് മുമ്പ് ആരാണ്, ഏത് സ്കൂളാണെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. ആൻസർ ശരിയായാലും തെറ്റായാലും നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയാം. സാർ, ഞാൻ ഇന്ന സ്കൂളിൽ ഇന്ന കുട്ടി പറയട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരും. ദേവനന്ദ, ഏത് സ്കൂള്, എങ്ങനെ? പറയൂ. ഓപ്ഷൻ എ ആണോ എന്ന് ചോദിച്ചാൽ എ അല്ല. കുഴപ്പമില്ല, അടുത്തൊരു കുട്ടിക്ക് വരാം. ഏത് സ്കൂളാന്ന് പറയും? ഫാത്തിമ ഷാൻ. സെന്റ് ഏഞ്ചലാസിലെ ഫാത്തിമ. പറയൂ ഫാത്തിമ, ഏതാണ്? ബി ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ലാത്ത ചോദ്യമാണെങ്കിലും എന്റെ ചോദ്യം ഇതാണ്. ബി ആണ് എന്ന് ഞാൻ സമ്മതിച്ചാൽ എനിക്ക് എന്ത് മറുപടി തരും? ബി ആണ് എന്ന് ഞാൻ സമ്മതിച്ചു, ശരിയാണ്, ബി ആണ്. എന്താണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ? അതെനിക്കറിയണം. അല്ലാതെ കറക്കി കുത്തിയല്ലോ. ചിലപ്പോ കറക്കി കുത്തു 1 2 3 4 5 6 7. ഒരു സൈഡ്, ചെറിയ സൈഡ് ഒരു പോയിന്റിന്റെ അവിടെ തുടങ്ങുന്നത്. അപ്പൊ അത് ചെറുതും മറ്റു രണ്ട് സൈഡ്സും വലുതും ആവാനാണല്ലോ വരിക. അപ്പൊ ഒരു ഇതില് പറഞ്ഞാൽ പോട്ടെ സാരല്ല മോള, അടുത്തേക്ക് എത്തിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 8th സ്റ്റാൻഡേർഡിലേക്ക് കടന്നു നിൽക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത 8th സ്റ്റാൻഡേർഡിലും കൂടി വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. അതുകൊണ്ടാണ് ഈ ചോദ്യം എടുത്തിട്ടത്. ഞാൻ ഇതിന്റെ വിശദീകരണം തരണമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് പറയണം. യെസ്.
ഇനി ആദ്യത്തെ ധ്യാന ധ്യാന ഒന്ന് മൈക്ക് ഓൺ ചെയ്യൂ. ധ്യാന, ക്യാൻ യു ഹിയർ മീ ധ്യാന? ഉണ്ടോ അവിടെ എല്ലാവരും കൂടി വരുന്നതുകൊണ്ടാണ് പൊരിഞ്ഞു വരുന്നത്. ഓക്കെ, ധ്യാന കേൾക്കാമോ? യെസ്. ധ്യാന, ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ആംഗിളും തുല്യമായിരിക്കും ഈ റെഗുലർ പെൻഡഗൺ ആണെങ്കിൽ. ശരിയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് n-2 × 180 എന്നൊരു കാര്യം നിങ്ങൾ ഇനി പഠിക്കാനിരിക്കുന്നു. അതിപ്പോ അല്ല, നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചോളൂ. ധ്യാന, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കാണുന്നുണ്ടല്ലോ. അതും കണ്ടോളൂ, ഞാനിവിടെ നോക്കുന്നുണ്ട്. ശരി. n-2 × 180 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഉള്ളിലുള്ള കോണുകളുടെ അളവുകൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ട്രയാങ്കിളിന്റെ എല്ലാ കോണുകളുടെയും തുക സമ്മ് നിങ്ങൾക്ക് 180 ആണെന്ന് അറിയാം. നമ്മൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ ഈ സൈഡ്സ് ആണ്, 3 സൈഡാണ്. അപ്പൊ 3 കുറയ്ക്കണം 2 × 180 ചെയ്താൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? 3ൽ നിന്ന് 2 കുറച്ച് 1 കിട്ടി. 1നെ 180 കൊണ്ട് കുടിച്ചാൽ 180 കിട്ടി. അപ്പൊ ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവ് എടുക്കുന്നത് 180. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇനി ഒരു ക്വാഡ്രിലേറ്റർ ആണെന്ന് ഇരിക്കുക. ഇപ്പൊ നമുക്കൊരു റെക്ടാങ്കിൾ എടുക്കാം. ഇതൊന്നും നിങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്, ബൈഹാർട്ട് ആക്കിയിട്ടുണ്ട്. ഒരു റെക്ടാങ്കിൾ ക്വാഡ്രിലേറ്ററിന്റെ ഉള്ളിലുള്ള എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക സമ്മ്, അത് നിങ്ങൾക്ക് എത്രയാണ് പഠിച്ചത് ധ്യാന? അറിയില്ലേ? 360. അത് കിട്ടുന്നത് n-2 × 180 അപ്ലൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ n-2 × 180 അപ്ലൈ ചെയ്ത് നോക്കൂ. n എന്ന് പറഞ്ഞാൽ 1 2 3 4 4 കുറയ്ക്കണം 2 × 180. 4ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടും. 2നെ 180 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് 360 കിട്ടും. അപ്പൊ ഇതിൽ 360 90 ഇതാണല്ലോ. 90. അപ്പൊ n-2 × 180 ആണ്, ഓർത്ത് വെച്ചോളൂ. ഇനി അതൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പെന്റഗണിന്റെ എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക ധ്യാന n-2 × 180 ഞാൻ പറയുമ്പോൾ ഇവിടെ പെന്റഗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. n എത്രയായിരിക്കും? അതെങ്ങനെയാ? ഇവിടെ 5 കൊടുത്ത് 3 എന്ന് പറയുക. എന്താ ധ്യാന ഇത്? ഞാൻ ട്രയാങ്കിളിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ പെന്റഗണിന്റെ കാര്യമല്ലേ പറയുന്നത്. ഈ പെന്റഗണിന്റെ 5 വശങ്ങൾ എന്നിന് ഞാൻ എന്ത് കൊടുക്കണം? പറയൂ. ഉറക്കെ പറയണോ? ഉറക്കത്താണോ? എനിക്കറിയില്ല. ഉറങ്ങിക്കൊണ്ട് 5. അത് 5 - 2. 5 - 2 എത്രയാണ്? 3. 3 × 180 എത്രയാണ്? പറയൂ. 3 × 180 വാട്ട് ഈസ് ഇറ്റ്? 540. വെരി ഗുഡ്. 540. ഇതൊക്കെ മനസ്സിൽ ചെയ്യണം. 540. സ്കോളർഷിപ്പ് കുട്ടികൾ ഇങ്ങനെ ഗുണിച്ചു വെക്കാന്ന് പാടില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞേക്കണം. ഈ 540 എന്ന ഈ ഒരു കാര്യമാണ് ഇതിന്റെ എല്ലാ ആംഗിൾസിന്റെയും സമ്മ്. പെന്റഗണിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ തൊട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ എല്ലാ ആംഗിൾ കൂട്ടിയാൽ അപ്പൊ ഇതൊക്കെ തുല്യമാവുകയും വേണം. നേരത്തെ റെഗുലർ ആണെന്ന് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ ആംഗിളിന്റെയും അളവ് കിട്ടണമെങ്കിൽ ഈ 540യെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടും? 108. വെരി ഗുഡ്. 108. ശരിയല്ലെങ്കിൽ മറ്റു കുട്ടികൾ പ്രതികരിക്കണേ. 108. ഇത് 108. ഈ ഭാഗം 108. ഇത് രണ്ടും കൂടി ചേർന്നാൽ 108. ഇത് ചേർന്നാൽ 108. ഇത് ചേർന്നാൽ 108. അത് റെഡിയാണ്. ഇനി ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇവിടെയുള്ള ആംഗിളും ഇവിടെയുള്ള ആംഗിളും പറയാൻ പറ്റും. കാരണം ഇവിടെ ഈ 108 ആണ് ഇത് മൊത്തം വരുന്നതെങ്കിൽ ഇവിടെയുള്ള ഈ 3 ആംഗിൾ ആണ് ചേർന്നത്. ഇവിടെയുള്ള ഈ ചെറിയ ആംഗിൾ ഓരോ ഈ ഇതിനുള്ളിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 180/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മോളെ? 108/3 എത്രയാണ്? പറയൂ. മറ്റുള്ള കുട്ടികൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, മോളത് പറഞ്ഞാൽ മതി.
മറ്റുള്ള കുട്ടികൾ ആരോ ആടുന്ന് മൈക്ക് ഓഫാക്കിയിട്ട് പോലും എന്തോ പ്രശ്നം വരുന്നുണ്ട്. പറയൂ. 36. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പേർക്ക് 3 ഓഹരി വെച്ച് കഴിഞ്ഞാൽ ഇത് 36 വരും. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്തെടുക്കാം നിങ്ങൾക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ കഴിഞ്ഞ കാര്യമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ 2 സൈഡും ഈക്വൽ ആണ്. ഒരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ എന്റെ ചോദ്യം 180യിൽ നിന്ന്, ഇത് 180 ആണല്ലോ, 180യിൽ നിന്ന് 36 മൈനസ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണ്? 144. ആ 144 2 പേർക്ക് തുല്യമായിട്ട് അങ്ങ് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 72. ഇപ്പൊ നമുക്ക് റേഷ്യോ കിട്ടിക്കഴിഞ്ഞു. 36 ഈസ് ടു 72. ഈ 36ഉം 72 നല്ലൊരു കണക്ഷൻ ഉണ്ട്. 36 ഒരു പ്രാവശ്യം, 72 2 പ്രാവശ്യം, 72 2 പ്രാവശ്യം. സോ 1:2:2. അതിവിടെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ്. കുറച്ച് കയറി നിന്ന ചോദ്യമാണ്. എന്തിനാണ് ഈ ചോദ്യം പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ, വരാനിരിക്കുന്ന 28-ാം തീയതി വരുന്ന ചോദ്യം ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ വരും. ഇത്ര അഡ്വാൻസ്ഡ് ചോദിക്കില്ല, അത് വേറെ കാര്യം. പക്ഷേ അത് വന്നാൽ വലിയ കൊമ്പനത്തിന് നിങ്ങൾ പിടിച്ചാൽ ചെറിയത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. അതിനുവേണ്ടി പരിചയപ്പെടുത്തിയാണ്. ഞാനൊന്ന് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് മുന്നോട്ട് വന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വിവരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ വിവരിച്ച് വൃത്തിയായിട്ട് തരുന്ന കുട്ടിക്ക് ഇതാ വിലപ്പെട്ട, വളരെ വിലയേറിയ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ തേടി വരും വീട്ടിലേക്ക്. അഡ്രസ്സ് വാട്സപ്പ് ചെയ്താൽ മതി. ഇത് ഇതേപോലെ പറയണം. ഞാൻ മൈക്ക് ഓൺ ചെയ്യും. സ്റ്റാർട്ട്. ആരാണ്? ആർക്ക് പറയാൻ പറ്റും? ഈ 1:2 കിട്ടിയത് എങ്ങനെയാണ്? ഷാന റെഡിയാണ്. ഷാന പറയൂ. ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഒരു റെഗുലർ പെന്റഗൺ ആണ്. അപ്പോ അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഒരു സൈഡ് എത്ര ആണ് ഉണ്ടാകാതെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വരുന്നത്, ഒരു സൈഡല്ല, മൊത്തം ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഇതിലെ മൊത്തം ആംഗിൾസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. n-2 × 180. അത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ n-2 × 180 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മൊത്തം ആംഗിൾസ് കണ്ടുപിടിച്ചു. 540. 540നെ നമ്മൾ എന്ത് ചെയ്തു? 5 എണ്ണമാണുള്ളത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ആംഗിൾ കിട്ടി, 108. ഒരു ആംഗിൾ 108 കിട്ടിയപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, 2 കോണുകളും ഈക്വൽ ആയിരിക്കും. അത് സത്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഈ ആംഗിൾ കണ്ടെത്താൻ നമ്മൾ ഒരു വിദ്യ എടുത്തത്, ഇത് 3ഉം ഒരേപോലെയാണ് വരിക. കാരണം ഇതിന്റെ കോർണർ താണല്ലോ മുറിച്ചു പോയത്. അങ്ങനെ 3ഉം ഒരേപോലെ വരുമ്പോൾ ഇത് ഒന്നിച്ച് 108 ആണെങ്കിൽ 108നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ ഓരോ കോണും കിട്ടും. ഇത് 36 കിട്ടി. ഇത് 36 കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് 50-50 ആക്കിയാൽ മതി. 72, 36. അതിന് സമാനമായ റേഷ്യോ ഇവിടെ ഉണ്ട്, 1:2:2. ഇപ്പൊ ക്ലിയർ ആയോ? Yes or no? ഓക്കെ. ആർക്കെങ്കിലും ഒന്ന് വിവരിക്കാൻ പറ്റുമോ? ആരാണ്? പറയൂ. ദേവനന്ദ കുറെ കലയല്ലേ പറയുന്നത്. വേറെ ഏതെങ്കിലും കുട്ടി വരട്ടെ.
ആ നിഹാൽ, ആ വരൂ, ഒരു കുട്ടി, പുതിയ കുട്ടി വരൂ. ആരാണ്? ആ ഇവിടെ തന്നിരിക്കുന്നത് ഒരു റെഗുലർ പെന്റഗണാണ്. ആ എന്താ പേരെന്താ? നിഹാൽ. നിഹാൽ. ഏത് സ്കൂളാ? GHSS കൊയിലാണ്ടി. കോയിലാൻ. പറയൂ മകനെ, പറയൂ. ഇവിടെ തന്നിരിക്കുന്നത് ഒരു റെഗുലർ പെന്റഗണാണ്. അതിന്റെ മൂന്ന് സൈഡിലും ഒരു നടുവിലുള്ള മൂന്ന് സൈഡിലും ഈ കൂട്ടി യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചു. ആ അപ്പൊ നമുക്ക് കിട്ടിയ ഐസോലേറ്റഡ് ട്രയാങ്കിൾ ആണ്. ആ ആ ട്രയാങ്കിളിന്റെ റേഷ്യോ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിരിക്കുന്നത് 1:1:2, 1:2:2, 2:3:3, 2:2:3. ഇതെങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പെന്റഗണിന്റെ എല്ലാ ആംഗിളിന്റെയും സം കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ ആണ് n-2 × 180. അപ്പം n എന്ന് പറഞ്ഞാൽ പെന്റഗണിന് 5 സൈഡ്സ് ഉണ്ട്. അപ്പം 5 - 2 × 180, 150. അപ്പൊ 5 - 2 എന്ന് പറഞ്ഞാൽ 3 × 150. നമ്മൾ 540 കിട്ടും. 108 പിന്നീട് ഡിവൈഡ് ചെയ്താണ്. അതാരോ പറഞ്ഞു 108. ആ പറയൂ. ആ 540 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു സൈഡ് പെന്റഗണിന്റെ ഒരു സൈഡിന്റെ ആംഗിൾ കിട്ടും. അതെത്ര? 540 / 5 എന്ന് പറഞ്ഞാൽ 108 ആണ്. അതാണ്. അപ്പൊ നമ്മൾ 108നെ ട്രയാങ്കിളിൽ കണ്ടുപിടിക്കാൻ 108 36 കിട്ടും. ട്രയാങ്കിൾ ഏറ്റവും മുകളിലത്തെ സൈഡ് ഒരു 150 ആണെങ്കിൽ. അതെന്തോ ഒന്ന് 108 ആണെങ്കിൽ ഇത് മൊത്തം 108 ആണല്ലോ. അപ്പൊ അങ്ങനെ ഇതെങ്ങനെയാ 36 ആയത്? എന്തെങ്ങനെയാ? ആ ഡിവൈഡഡ് ബൈ 3. ആ തിന്ന് 36 കിട്ടും. ഇത് അപ്പൊ 36 ഒരു സൈഡ് കിട്ടിയാൽ താഴെ തന്നിരിക്കുന്ന രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പം 150 - 36 ചെയ്യും. അപ്പം 144 കിട്ടും. 144നെ 2 കൊണ്ട് ഹരിച്ചാൽ 72 കിട്ടും. അപ്പൊ 72 ആണ് രണ്ട് സൈഡത്തെയും ആംഗിൾ. അപ്പം നമുക്ക് ഇതിന്റെ റേഷ്യോ കിട്ടി 36:72:72. അപ്പം 36 ഒരു പ്രാവശ്യം, 72 36 രണ്ട് പ്രാവശ്യം, മറ്റേ 72 രണ്ട് പ്രാവശ്യം. അപ്പൊ നമുക്ക് അതിന്റെ റേഷ്യോ 1:2:2 കിട്ടും. കറക്റ്റാണ്, ശരിയാണ്. അപ്പം ഇത് മറ്റുള്ള കുട്ടികൾക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ക്ലിയർ ആവാത്തവർക്ക് എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞെന്ന് ഇപ്പൊ പറയാം. ഒരു കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് പറയൂ, എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം ഇത് മനസ്സിലാക്കാൻ. ആർക്കെങ്കിലും ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ പറയാം. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്ലിയർ ആകാത്തവർ ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി, ഇല്ല നേരിട്ട് വിളിച്ചാൽ മതി. ചില കുട്ടികൾക്ക് ഓൺ ചെയ്ത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പോകാം നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക്. ചിത്രം കൊണ്ടൊരു കളിയാണ്. ഒരു ത്രികോണം ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ധ്യാന വരച്ചോ? ശരി, അതിന് ഞാൻ ഇങ്ങനെ ഒരു വര കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ ആണോ ധ്യാന? യെസ്. പെട്ടെന്ന് കഴിയുന്നത് ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിക്കോളൂ. ഓക്കെ ആണോ? യെസ്. ഇത് 2x എന്ന് പറയാം. ഇവിടെ കാണുന്ന ഇത് 3x എന്ന് പറയാം. ധ്യാന ചോദ്യം എഴുതിയോ? വരച്ചോ? പറയൂ മകളെ, എന്റെ ചോദ്യം എന്താവാം? അത് തന്നെയാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? കണ്ടുപിടിച്ചോളൂ. ഇത് നിങ്ങളോട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണേ. ഇത് നിങ്ങളുടെ ബുദ്ധി വെച്ചിട്ട് തന്നെ കണ്ടെത്തണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഞാനൊരു സ്കൂളിൻ്റെ പേര് വിളിക്കും. ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് മുന്നോട്ട് വരാം. നിങ്ങൾ മടി കൂടാതെ മുന്നോട്ട് വരണം.
കാരണം ഉത്തരം ശരിയായാലും തെറ്റായാലും നിങ്ങൾ ഇങ്ങനെ അറച്ചു നിൽക്കേണ്ട കാര്യമില്ല. പ്രോവിഡൻസ് കോഴിക്കോട് ഉള്ള കുട്ടികൾ ഇതിലുണ്ടോ? ആരുമില്ല. ആ, പേരെന്താണ്? ഋതുപർണ. എന്താ ഇതുവരെ വന്നിട്ടില്ലല്ലോ? എന്താ ഋതുപർണെ, കേൾക്കാമോ ഞാൻ പറയുന്നത്? ഒരു 4 വരി പാട്ടെന്ന് പഠിക്കും. വെറും 4 വരി കവിതയായിരുന്നു. കണക്കിങ്ങനെ ചൂട് പിടിക്കുമ്പോൾ ഒരു കവിത നല്ലതാണ്. അതുകൊണ്ട് 4 വരി. ആ, പുസ്തകം എടുക്കണം. 4 വരിയേ വേണം. അതിപ്പോൾ കണ്ണൂരുള്ള കുട്ടികളൊക്കെ വരാനിരിക്കുന്നുണ്ട്. പല പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത കുട്ടികൾ. നമ്മളെ ഗായത്രി ഒക്കെ ഉണ്ട് കണ്ണൂരിൽ നിന്ന്, പക്ഷെ മിണ്ടുന്നില്ല. ഗായത്രി കേൾക്കാം? ഗായത്രിയാണോ? ആ, ഇതാരാണ്? ഋതുപർണ. 4 വരി വരട്ടെ. ഓക്കെ, ഗുഡ് ഗുഡ്, നന്നായിട്ടുണ്ട്. ഇത് നമ്മളെ സംസ്ഥാന ലെവലിൽ മത്സരിച്ചതാണോ? ആ, അതിൽ കിട്ടിയിട്ടുണ്ടെന്നോ അല്ലെ? ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെന്നോ അല്ലേ? ജില്ലയിൽ. ആ, 2xന്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളും 2x ആയിരിക്കണ്ടേ ഋതുപർണ? അതെ സർ. 3xന്റെ നേരെ ഓപ്പോസിറ്റും 3x ആയിരിക്കണ്ടേ ഋതുപർണ? ഇത് ഒരു ട്രയാങ്കിൾ അല്ലേ ഋതുപർണ? ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളും കൂട്ടിയാൽ, അതായത് 2xും 3xും 40 തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടണ്ടേ ഋതുപർണ 180? 3 2 5 4 9 ആണോ? അല്ലേ? ആ, പക്ഷെ അങ്ങനെ അല്ലല്ലോ പോണ്ടത്. ഈ 4 4x അല്ലല്ലോ. നമുക്ക് 2xനെയും 3xനെയും ഇവിടെ നിർത്തിക്കൊണ്ട് 180ന്റെ അടുത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? +40 അങ്ങ് അപ്പുറത്തേക്ക് ചാടിക്കുന്നു. സമചിഹ്നത്തിന്റെ അപ്പുറത്തേക്ക്. എന്താ ചാടിക്കുന്നത്? നമുക്ക് പ്രശ്നം ഒരു പ്രശ്നവുമില്ല. ചാടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലസ് അങ്ങ് മൈനസ് ആവും. ഒരു തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. സമചിഹ്നത്തിന്റെ അടുത്തേക്ക് പ്ലസ് അങ്ങോട്ട് പോയാൽ മൈനസ് ആവും, മൈനസ് അപ്പുറത്ത് പ്ലസ് ആവും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഏതോ ഒരു സംഖ്യന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 5 കിട്ടിയെങ്കിൽ ഏതാണ് ആ സംഖ്യ എന്ന് കണ്ടെത്താൻ x = 5 പ്ലസ് ഇപ്പുറം വന്ന് -2, അപ്പൊ 3 ആണ്. അപ്പൊ x 3 ആണ്. ഏതോ ഒരു സംഖ്യയിൽ നിന്ന് 2 കുറച്ചപ്പോൾ 8 കിട്ടിയെങ്കിൽ ഏത് സംഖ്യ എന്നറിയാൻ x = 8 + 2 ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ 3 + 2 എന്ന 5x-ഉം 180ൽ നിന്ന് 80 പോയാൽ കിട്ടുന്ന 180ൽ 40 മൈനസ് ചെയ്താൽ 140 ആണ് നമുക്ക് കിട്ടുക. അവിടെ നിൽക്കട്ടെ. 5x = 140 ആയാൽ 5 ഗുണിക്കണം x ആണ് 5x. x = അവിടെ ഗുണനവും ഹരണവും തമ്മിലാണ് ബന്ധം. ഈ ഗുണനം അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഹരണമായിട്ട് മാറും. അതിനൊരു വര ഇട്ടാൽ മതി.
140നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് മകളെ? 28 ഈസ് അവർ റൈറ്റ് ആൻസർ. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ യെസ് എന്ന് പറയും. യെസ്. സെന്റ് ട്രീസസിലെ ഒരു കുട്ടിയെ ഞാൻ വിളിക്കുകയാണ്, ഒരു പുതിയ കുട്ടിയെ. സെന്റ് ട്രീസസ് എന്നല്ലേ കണ്ണൂര്? ആ കുട്ടി, ഏതെങ്കിലും കുട്ടി മുന്നോട്ട് വന്ന് പറയൂ, ഇതെങ്ങനെയാണ് നമുക്ക് 28 കിട്ടിയത്? കുട്ടിയുടെ പേര് പറയൂ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ശരി. എന്താ മോളെ പേര്? ചോദിച്ചാളെ പേരെന്താ? ധ്യാനയ്ക്ക് തിരിഞ്ഞിക്കില്ല. ശരിക്കും കോഹോസ്റ്റിന് തിരിഞ്ഞിക്കില്ല. ശരി. ധ്യാനയെ സഹായിക്കാൻ ആ സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരൂ. ഞാൻ സഹായിക്കാൻ പറയും. ഏതെങ്കിലും ഒരാൾ. ആർക്കില്ല. പ്രോവിഡൻസിലെ ഏതെങ്കിലും ഒരു കുട്ടി മുന്നോട്ട് വരൂ ഈ ആൻസർ ഒന്ന് പറയാൻ. BM ഒരു കുട്ടി പറയൂ. ഇത് മൈക്ക് ഓഫ് ആണല്ലേ? അല്ല. BM കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? BM. ആരാ? നിവേദിത. നിന്നല്ലേ കുറെ നോക്കിയെടുക്കുന്നത്. നിവേദിത, നിനക്കിത് മനസ്സിലായോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത 28 എങ്ങനെ കിട്ടി? ഇവിടെ 2x-ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് 2x. അതായത് ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. അപ്പൊ 3x-ന്റെ അതേപോലെ 3x-ഉം ഓപ്പോസിറ്റ്. നമുക്കറിയാം 2x 3x + 40 = 180 ആണ്. അപ്പൊ 2x + 3x എന്ന് പറഞ്ഞാൽ 180 - 40 ആവും. പിന്നെ നമുക്ക് 2x-ഉം 3x-ഉം കൂട്ടിയാൽ 5x കിട്ടും. 5x പറഞ്ഞാൽ 140 ആണ്. അതേപോലെ x കണ്ടുപിടിക്കണമെങ്കിൽ 140 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അതായത് 20 നമുക്ക് കിട്ടും. ധ്യാനക്ക് മനസ്സിലായോ ഇപ്പോ? ഓക്കെ. അത് നല്ല ഈസിയുള്ള ചോദ്യമാണ്. ഒരിക്കൽ വന്നതാണ് ചോദ്യം. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ചുകൂടി ഇന്ന് നിങ്ങൾക്ക് ചില കുട്ടികൾക്കൊരു മോഡൽ എക്സാം ഉണ്ട്. അതിന് പോകുന്ന കുട്ടികളുണ്ടാവും. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകാം. നമുക്കൊരു 5-6 ചോദ്യം കൂടി ഉണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ആബൽ ഉണ്ട് ഇന്ന്? ആബൽ ഉണ്ട്. കേൾക്കാം അല്ലേ? ആബല് എന്താണെന്ന് മിണ്ടാത്തത്? ആബല് ഇന്നലെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നാളെ രാവിലെയാണ് ചർച്ച ചെയ്യും. കാരണം അതിന്റെ മുമ്പ് കുട്ടികൾ അയച്ചെന്ന് ധാരാളം ചോദ്യങ്ങളുണ്ട് ആബലെ, കേട്ടോ. ഓക്കെ, നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ആബലെ, ഞാൻ ആബലും നല്ലൊരു കലാകാരനാണ്. കാരണം നന്നായിട്ട് കവിത ചൊല്ലും അല്ലേ ആബലെ? നാളെ നമുക്കൊരു കവിതയൊക്കെ ചൊല്ലിക്കൂടെ ആബലെ? നാളെ നോക്കാം. 1/50 പ്ലസ് 3/50 പ്ലസ് 5/50 പ്ലസ് ഡാഷ് 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 പ്ലസ് 99/50 എത്രയാണ് ആബലെ? മറ്റുള്ള കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. എത്രയായിരിക്കും? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരിയായിരിക്കും. നമ്മള് സ്കോളർഷിപ്പിന്റെ കുട്ടികളാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നേക്കണം. തെറ്റാലും ശരിയായാലും പറയൂ. 50. അത് ആരാ 50 പറഞ്ഞത്? കാർത്തിക് പറഞ്ഞത്. ഏതാ കാർത്തിക്? ഏത് സ്കൂളാ? പേരാമ്പ്ര വെസ്റ്റിലെ കാർത്തിക്കിന്റെ ഉത്തരം ശരിയാണ്. കാർത്തിക്, നമുക്ക് താഴത്തെ 50ക്ക് പകരം ഒരു 50 തൽക്കാലം വെക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. എല്ലാം ഡിനോമിനേറ്റർ തുല്യമാണെങ്കിൽ ഒരു 50 അല്ലേ നമ്മൾ പരിഗണിക്കാറുള്ളൂ. അത് അവിടെ എത്തോട്ടെ. ഏതെങ്കിലും ഒരാൾക്ക് താഴെ കിട്ടേക്ക്. നമ്മൾ മേലത്തെ കാര്യം തൽക്കാലം നോക്കാം. കാർത്തിക് 1 + 3 + 5 + ഡാഷ് 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 5 കഴിഞ്ഞാൽ പിന്നെ 7 ആയിരിക്കും. ഡാഷ് 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 പ്ലസ് 99. ഈ ഒരു സീരീസിന്റെ പ്രത്യേകത എന്താണ് കാർത്തിക്? ഓഡ് നമ്പേഴ്സ് ആണ്.
ഓഹോ, കാർത്തിക് 1 മുതൽ 99 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട് കാർത്തിക്? 100ന്റെ പകുതി. 99 1 കൂട്ട 100ന്റെ പകുതി. എന്താ സംശയം? കാർത്തിക്, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ, പെട്ടെന്ന് ഉത്തരം പറയാമോ? അത് ധൈര്യമാണ്. പറയാം സാർ എന്ന് പറയൂ. കാർത്തിക്, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നു, പെട്ടെന്ന് ഉത്തരം പറയാമോ? പറയാം. അതാണ് വേണ്ടത്, അതാണ് നമുക്ക് വേണ്ടത്. 499 എത്രാമത്തെ ഓഡ് നമ്പറാണ് കാർത്തിക്? 499 എത്രാമത്തെ ഓഡ് നമ്പറാണ്? 50ാമത്തെ. അതന്നെ 499 1 കൂട്ട പകുതിയാക്കുക. 10ാമത്തെ ഓഡ് നമ്പർ ഏതാണ് കാർത്തിക്? 10ാമത്തെ ഓഡ് നമ്പർ, 10th ഓഡ് നമ്പർ 19 ആണ്. ആണെന്ന് ചോദിക്കുന്നത് ആണ്. 10ന്റെ ഇരട്ടി എടുക്കുക, 1 കുറയ്ക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 1 മുതൽ 99 വരെ നമുക്ക് 99 1 കൂട്ടിയാൽ കിട്ടുന്ന 100ന്റെ പകുതിയായ 50 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. എന്റെ ചോദ്യം, ഇതെല്ലാം പ്ലസ് ചെയ്യുകയാണെങ്കിൽ 50 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 50 × 50 ആണ്. ഒരു സംശയമില്ല. ആദ്യത്തെ 3 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് 3 × 3 ആണ്. 3 സ്ക്വയർ. ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ട് ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവിടെ നിന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവിടെ റെക്കോർഡഡ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഓഫ് ചെയ്യേണ്ടി വരുന്നത്. ഓൺ ചെയ്ത് വെക്കാമായിരുന്നു. ഇപ്പൊ LSSന്റെ കുട്ടികളാണെങ്കിൽ അവര് ചെറിയ മക്കളാണ് വിചാരിക്കുക. 1 + 3 + 5 3 ഉണ്ട്. 1 ഉൾപ്പെടെ 1 അവിടെ വേണം. 3 ഉണ്ടെങ്കിൽ 3 × 3. 4 ഉണ്ടെങ്കിൽ 4 × 4. ഇത് 1 മുതൽ 7 വരെ 4 കണ്ടുപിടിക്കാൻ 7ന്റെ അടുത്ത ആള് 8 ആണ്. 8ന്റെ പകുതി 4 നമ്പേഴ്സ് ഉണ്ടാവും. 1 to 7 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ അവിടെ 4 ഉണ്ടെങ്കിൽ 4 × 4 ആണ്. 7 5 12 15 പേരാണ്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 99 വരെ നമുക്ക് 99ന്റെ കൂടി 1 കൂട്ടുന്നു, പകുതിയാക്കുന്നു. 50 ഓഡ് നമ്പേഴ്സിന്റെ സമാണ് 50 × 50. നേരത്തെ ഇവിടെ ഇതിൽ നിന്ന് ഒരു 50 എടുത്ത് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് ഈ 50 അടക്കട്ടെ. ഈ 50 × 50 മേലാങ് എഴുതി കൊടുക്കുക. അപ്പോൾ ഒരു 50 വെട്ടിപ്പോവും. നമ്മളെ ആൻസർ 50. ക്ലിയർ ആയോ കാർത്തിക്? കാർത്തിക് പോയോ? ഓ, മൈക്ക് ഓഫ് ആണല്ലോ. യെസ്, ക്ലിയർ ആയോ കാർത്തിക്? യെസ്, ഒന്ന് പറയാമോ? ആ, അപ്പൊ അടിയിൽ 50 വന്നാല് സമ്മിലും അടിയിൽ 50 തന്നെയായിരിക്കും. മുകളിൽ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഒരു വർഗസംഖ്യയായിരിക്കും. അപ്പൊ 99 വരെ 99 50ാമത്തെ ഒറ്റ സംഖ്യയാണ്. അപ്പൊ 50 × 50 എന്ന് പറയുമ്പോൾ 2500 ആണ്. 2500/50 എന്ന് പറയുമ്പോൾ 50 തന്നെയാണ് വില. ഞാൻ 2500ലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ എപ്പോഴും എളുപ്പം നോക്കിയാണ് 50 × 50 ഗുണിക്കാൻ ഞാൻ പോയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 50 × 50 ഒരു 50 അങ്ങ് വെട്ടിക്കളഞ്ഞതാണ്. അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതിന് കാർത്തികിന് വിഷമമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ സന്തോഷമായി കാർത്തികിന്. മറ്റുള്ള കുട്ടികൾക്ക് മൈക്ക് ഓൺ ആണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെച്ചത് മനസ്സിലാകാത്ത കുട്ടികൾക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ കുട്ടികളൊന്നും പറയണ്ട. അപ്പൊ ഏത് ചോദ്യം ഒന്നുകൂടി പറയണമെങ്കിൽ നിങ്ങൾ പറയണം. ഇതാ വരുന്നു അടുത്ത ചോദ്യം. കാർത്തിക, എനിക്ക് രാജു എന്നറിയാവോ? അറിഞ്ഞൂടാ. കാർത്തിക് പോയോ? കാർത്തിക് പോയെന്ന് തോന്നുന്നു. ശരി, വേറെ ആരെങ്കിലും കുട്ടി രാജു എന്നറിയാവോ? അറിഞ്ഞൂടാ. ആബേൽ കേൾക്കാമോ? ആ, കേൾക്കാം. രാജു എന്ന് എൻ്റെ ഒരു സുഹൃത്താണ്. രാജു ഒരു പുസ്തകം തുറന്നപ്പോൾ ഹി ഓപ്പൺഡ് എ ബുക്ക്. അപ്പൊ 2 പേജുകളുടെ രാജു തുറന്ന പുസ്തകത്തില് ഒരു പേജ് A ആണ്, ഒരു പേജ് B ആണ്. ഈ 2 പേജുകൾ തമ്മിൽ രാജു ഒന്ന് മൾട്ടിപ്പിൾ ചെയ്തു.
ഗുണിച്ചു. അപ്പൊ രാജുവിന് കിട്ടിയത് 1482ആണ്. ആ പേജുകൾ ഏതൊക്കെയായിരിക്കും? കാർത്തിക് പോയോ? കാർത്തിക്, എന്റെ ചോദ്യം എന്താണ്? ആ പേജുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? നല്ല രസമുള്ള ചോദ്യമാണ്. അവിടെ നിന്ന് ആരെങ്കിലും ടൈപ്പ് ചെയ്തോ? 740 742 തമ്മിൽ ഗുണിച്ച പോയത്തായ സംഖ്യ കിട്ടുക. വെറുതെ ഗുണിക്കല്ലേ. ആരും ചെയ്തില്ലല്ലോ. അയ്യോ, ഒരു കാര്യം ചെയ്യാം, കാർത്തികിനെ സഹായിക്കാം. 1482 ഒന്ന് വെറുതെ അങ്ങ് ഫാക്ടറൈസ് ചെയ്തേക്ക്. ചിലപ്പോ എന്തെങ്കിലും ഗുണം കിട്ടും. ആ ചോദ്യം പ്രശ്നമായോ? മറ്റുള്ള കുട്ടികളെന്ത് പറയുന്നു? ചോദ്യം പ്രശ്നമുണ്ടോ? എന്നാ പിന്നെ പറയൂ, ഉത്തരം പറയൂ. എങ്ങനെ? ആ ആ ഉത്തരം വന്നു. ഒരു ഉത്തരം വന്നു. ഇഷാൻ കേൾക്കാമോ? 38 39 കറക്റ്റാണ്. 38 39 എഴുതിയ കുട്ടി എന്ന് പറയൂ. ആ കറക്റ്റാണ്. അതാരാണ്? പറയൂ. ആളില്ലേ? 38 39 അത് എങ്ങനെ കിട്ടിയെന്ന കുട്ടി ഒന്ന് പറഞ്ഞാൽ മതിയത്. കുട്ടി പറയുന്നില്ല. ചിലപ്പം വീട്ടുകാരെ സഹായിച്ചു കൊടുത്തായിരിക്കും. യെസ് ഓർ നോ? ആബേല, ഇത് മനസ്സിലായോ? ഇല്ല. ഈ 1452 രണ്ടോണ്ട് വെച്ചാൽ എത്രയാണ്? 741. അത് കറക്റ്റാണ്. 741 നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ, ഒരു പ്രൈം നമ്പർ 7 4 11 12 3ആണ്. 3 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? ഇതിന് 7 4 11 12 എത്ര കിട്ടും? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യുക. ആദ്യം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ രണ്ടക്ക സംഖ്യകൾ കിട്ടുന്നത് നോക്ക്. രണ്ടക്ക സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. 2 ഡിജിറ്റ് നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ആ രണ്ടക്ക സംഖ്യകളായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. എത്ര? 247. ശരി, 247 നിങ്ങൾ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കും? ഹരിക്കും. 13. ശരി, 13 കൊണ്ട് ഡിവൈഡ് എത്ര കിട്ടും? എത്ര? 90. ഓക്കെ. ഇതെല്ലാം പ്രൈം നമ്പർ ആണല്ലോ. ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. 90 കിട്ടി. ഇനി എന്റെ ചോദ്യം, 2നെ 19 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 19 ഇരട്ടി 38. ഈ കോഹോസ്റ്റായ കുട്ടികളൊന്നും മിണ്ടാതിരിക്കരുതേ. അവർക്ക് വേണ്ടിയിട്ടാണ് മറ്റേ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. അവർ മിണ്ടാണ്ടിരിക്കും. ചെറിയ ചോദ്യം ചോദിച്ചാൽ മിണ്ടണേ. 2 × 19 38. ഇനി അടുത്ത ആരാ ഉള്ളത്? വേറെ ആരാ ഉള്ളത്? 3 × 13. 3 × 13 എത്രയാണ്? 13. അപ്പൊ നമ്മൾ രണ്ട് പേജുകളും കിട്ടി. ആവേലെ 39 × 38 ആണ്. ആവേലിന് മനസ്സിലായോ? കാർത്തികിന് മനസ്സിലായോ? ഒന്ന് പറഞ്ഞോളൂ. രാജു 2 പേജുകൾ മറിച്ചിട്ടപ്പോൾ അതിൽ 2 പേജുകൾ തമ്മിലെ ഗുണഫലം 1482 ആണ്. അതിൽ രാജു മറിച്ചിട്ട പേജുകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഒറ്റ കിട്ടേ കാർത്തിക് ഒറ്റ കിട്ടി. ഇനി രാജു 4 പേജാ മറിച്ചിട്ടെന്ന് വിചാരിക്കുക. 4 പേജാ മറിച്ചിട്ടെങ്കിൽ ഇത് ആരും തമ്മിൽ ഗുണിക്കണം.
ഇവിടെ 2 പേജാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു? 2 വീതാക്കി ജോഡിയാക്കിയാൽ കുടിച്ചു വിട്ടു. അതല്ലേ സംഭവം. അടുത്തത് പറയൂ. വെരി ഗുഡ്. 38, 39. ഏത് സ്കൂളാണ് കാർത്തിക് പറഞ്ഞത്? പറയൂ. ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ? മലയാളം മീഡിയത്തിലെ കുട്ടികൾ പറയും. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടിയും കൂടി നമുക്ക് ഇങ്ങോട്ട് വരണം, ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം കുട്ടിക്ക് മുന്നോട്ട് വരാമോ? പേര് പറഞ്ഞാൽ മതി. ദേവനന്ദ. അപ്പൊ പിന്നെ ആരാളുള്ളത്? ദേവനന്ദ ഉണ്ട്. പിന്നെ ആരാളുള്ളത്? ഒരാൾ പറയൂ, മുന്നോട്ട് വരും. മൈക്ക് ഓൺ ആണല്ലോ, നിങ്ങളെന്താ പറയാത്തത്? മടിക്കണ്ട. ആവണിയും ദേവനന്ദയും ഇംഗ്ലീഷിലും പറയുക, കാർത്തിക് മലയാളത്തിലും പറയുക. 2 കൂട്ടറും ഉണ്ട്. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ചില കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും USSന്റെ പരീക്ഷ മലയാളത്തിൽ എത്തുന്ന കുട്ടികളുണ്ട്. പിന്നെ കന്നഡ മീഡിയത്തിലുള്ള കുറച്ച് കുട്ടികൾ അതും ഉണ്ട്. അത് നമുക്ക് അവർക്ക് വീഡിയോ വേറെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രഞ്ജിത അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തിലൊരു കുട്ടി പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടി പറയണം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് എപ്പോഴും ഘടകങ്ങളുടെ എണ്ണം കാണാൻ 2 കൊണ്ട് 3 കൊണ്ട് മാത്രം ഡിവിഷൻ പറ്റുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടും. നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചാലോ, 1729 എന്നത് എന്താ? 1729 പ്രത്യേകത രാമാനുജ നമ്പർ മാത്രമാണ്. ഞാനായിട്ടൊരു ബന്ധമായില്ലടോ. അത് പറയണ്ടേ? എന്റെ ഫോൺ നമ്പറിന്റെ അവസാനത്തെ 4 അക്കം അത് പറയണ്ടേ? ശരി. ആ അവസാനത്തെ 4 അക്കമായ അല്ലെങ്കിൽ രാമാനുജ നമ്പറിന് ഘടകങ്ങളുടെ എണ്ണം എത്ര? കണ്ടോളൂ. നിങ്ങൾക്ക് 2 കൊണ്ട് പറ്റൂല. 7, 8, 2, 10, 19 കിട്ടും. 3 കൊണ്ട് പറ്റൂല. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും കിട്ടിയ ആബേലെ? രാമാനുജ നമ്പറിന് എത്ര ഘടകങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 13 കൊണ്ട് ഡിവൈഡ് ചെയ്തോ? ഞാനെന്തിനാ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നെ. അതൊന്നും എനിക്കറിയില്ല. ഘടകങ്ങളുടെ എണ്ണം എനിക്ക് പറയേണ്ടത്. എനിക്കതേ അറിയണ്ടോ. 8 ശരിയാണ്. 8 പറഞ്ഞ കുട്ടീന്റെ പേരെന്താ? ദിയ പാർവതി. ദിയ ഫാത്തിമയാണല്ലേ? ദിയ പാർവതി എന്ന ദിയ ഫാത്തിമ. 8 ശരി. എങ്ങനെ കിട്ടി? എന്തുകൊണ്ട് ആദ്യം ചെയ്തു അത് പറ. ആദ്യം ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തു അത് പറയാം. 13 കൊണ്ട് ചെയ്തു. 7 ആണോ 13? നിങ്ങൾ പറ. ഞാൻ നിങ്ങൾ പറയുന്നത് എഴുതാം. 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്തു. എനിക്ക് പ്രശ്നമില്ല. 7 കൊണ്ട് ചെയ്തു. എത്ര കിട്ടും? 247. എന്തൊരു സംശയമാണെന്ന് പറഞ്ഞോളൂ. ഇനി 247 നിങ്ങൾ ഏത് കൊണ്ട് ചെയ്തു? 13. 13 കൊണ്ട് അടിച്ചപ്പോൾ എത്ര കിട്ടി? 19. ഇതെല്ലാം പ്രൈം നമ്പറാണ്. അപ്പൊ ഇതെന്താ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇപ്പൊ 2 എണ്ണം കഴിച്ചാലേ ഇപ്പൊ 3 എണ്ണം കഴിച്ചാലേ ഒന്നും വിചാരിക്കണ്ട. ചിലപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ചോളൂ. കാരണം ഇത് മറക്കാനാവാത്തൊരു സംഖ്യയാണ് 1929. ഇതെല്ലാം പ്രൈം നമ്പറുമാണ്.
7 into 13 into 19 എന്ന് എഴുതിയാൽ നിങ്ങൾ മനസ്സിലാക്കണം ഇവർക്കെല്ലാം ഓരോ പവർ ഉണ്ട്. ഒന്ന് ഓൾറെഡി അവിടെ ഉണ്ട്, അത് നമ്മൾ എഴുതാറില്ല. പക്ഷേ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു +1 കൊടുക്കണം. അപ്പൊ 2 2 2 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ഘടകങ്ങളാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. രാമാനുജ സംഖ്യക്ക് എത്ര ഘടകങ്ങൾ? കാർത്തികേ, അതൊന്ന് വിവരിച്ചേ. ഒന്ന് ഭാജ്യമല്ലാത്തതുകൊണ്ടല്ല നമ്മൾ കൊടുത്തത്. കാരണം 1 is a factor of each and every നമ്പറാണ്. കാർത്തിക മനസ്സിലായോ പറഞ്ഞത്? 1 is a factor of each and every. ഏതൊരു നമ്പറിന്റെയും ഫാക്ടറായിട്ട് 1 വരുന്നുണ്ട്. ആ 1 നമ്മൾ ഇട്ട് കൊടുത്താണ്. ശരി, കാർത്തിക് നമ്മൾ കണ്ടിട്ടില്ല. കാർത്തികിന്റെ സ്കൂളിൽ വന്നിട്ടില്ലല്ലോ? ഇല്ല, ലീഡ്സിലെ കുട്ടിയാണ്. ശരി 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 ശരി. എനിക്കൊരു ഇംഗ്ലീഷ് മീഡിയം കുട്ടി ഒന്ന് മുന്നോട്ട് വരും. ആരാ? ആയിക്കോട്ടെ, മയൂഖല്ലേ? മയൂഖ വരൂ, പറയൂ. അത് ഇംഗ്ലീഷിലാണല്ലോ. ഇംഗ്ലീഷ് മീഡിയം എന്നാണ് ഇംഗ്ലീഷിലല്ലേ പറയേണ്ടത്, പിന്നെ അത് മലയാളത്തിലാണ് പറയുന്നത്. എല്ലാം ഇംഗ്ലീഷ് ആയിക്കണോ? സാരമില്ല, പോട്ടെ. We want to find out the factors of number of factors of 1729. We cannot divide by 1, 2, 3. So we divided by 7. We got 247. Then we divided by 30. We got 90. So it's a prime number. We can stop at that. Then we write it by the 7 into 13 into 19. Okay. The power of 7 is now 1, 13, 1, 1, then plus 1, we give the plus 1. We will get 2 into 2 into 2, that is 8. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും മുന്നോട്ട് വരിക, മലയാളം മീഡിയം കുട്ടികളും വരിക. രണ്ട് കൂട്ടർക്കും ഒന്നിച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് ക്ലാസ് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇന്ന് സ്കൂളുണ്ടോ? അതിന്റെ എക്സാമിന് ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോരെ? ഒരു കാര്യം ചെയ്തോളൂ, അവിടെ ഫോണിന്റെ പ്രശ്നം, ഫോണിന്റെ നെറ്റൊക്കെ തീർന്ന കുട്ടികൾക്കൊക്കെ ലീവ് ചെയ്യുന്നതിന് വിരോധമില്ല, പിന്നീട് യൂട്യൂബിൽ വരും. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, ഇരിക്കുന്നവരവിടെ ഇരുന്നോളൂ, ബാക്കിയുള്ളവർ പിന്നീട് യൂട്യൂബിൽ നിന്ന് കണ്ടാൽ മതി. പരീക്ഷയ്ക്ക് നിങ്ങൾ പോയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലത്തെ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അടുത്തൊരു ചെറിയ ചോദ്യം തരാം. 2⁴ into 6�3. How many factors? പെട്ടെന്ന് ചെയ്യും.
കിട്ടിയോ? യെസ്, കിട്ടിയ മക്കളെ? എത്രയാണ് ആൻസർ? 32 റൈറ്റ് ആൻസർ ആണ്. 32. ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും. ആ സ്കൂളിൽ ഒരു കുട്ടി മുന്നോട്ട് വരിക. സെന്റ് ട്രീസസ് കണ്ണൂർ. ഒരാൾ മുന്നോട്ട്. 32 ആണ് റൈറ്റ് ആൻസർ എന്ന് കുട്ടികൾ തന്നെ പറഞ്ഞു. ഇതില് സെന്റ് ട്രീസസിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ആരുമില്ല. പോട്ടെ. പ്രോവിഡൻസിലെ കുട്ടികൾ ആർക്കെങ്കിലും മുന്നോട്ട് വരാം. പ്രോവിഡൻസ്. പോട്ടെ. ഇനി BM ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ ഇന്ന സ്കൂളിലെ കുട്ടിയാണ്. ദിയ പാർവതി ഒന്ന് പറയാമോ? ഇതെങ്ങനെയാണ് 32 ആണ് നമുക്ക് കിട്ടിയത്? എങ്ങനെയാ കിട്ടിയത് പറയൂ. ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. ദിയ പാർവതി വീഡിയോ ഓൺ ചെയ്ത് പറയാൻ പറ്റുമോ? പറ്റുമെങ്കിൽ മതി. മറ്റു കുട്ടികൾക്കും വീഡിയോ ഓൺ ചെയ്താൽ തന്നെ പറയാൻ മടിക്കുന്ന കുട്ടികളുണ്ട്. ദിയ പാർവതി അല്ലേ അന്ന് ക്ലാസ് റൂമിൽ വെച്ചിട്ട് ഇതെനിക്ക് ബോർഡുമ്പിൽ എഴുതി കാണിച്ചു തന്നത് ചില ചോദ്യങ്ങളൊക്കെ? അപ്പൊ മനസ്സിലായി. ശരി, പറയൂ. എങ്ങനെ 32 കിട്ടി? Good. Here, 2 raised to 4 into 6 raised to 3, how many factors? Our answer is 32. 2 is a prime number. We can write the same number here, 2 raised to 4. നിങ്ങളോട് ഒരു പ്രൈം നമ്പറിന്റെ പവർ തന്നിട്ട് അതിലെത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു +1 ഇട്ടുകൊടുത്താൽ മതി. പക്ഷെ കോമ്പോസിറ്റ് നമ്പർ ആണ് തരുന്നതെങ്കിൽ വിഭാജ്യസംഖ്യ അല്ലെങ്കിൽ ഭാജ്യസംഖ്യയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ സംഖ്യയെ നിങ്ങൾ പ്രൈം നമ്പറിന്റെ ഭാഗമാക്കി മാറ്റണം, വിലയ്ക്ക് വ്യത്യാസം വരാതെ. എന്നിട്ടേ +1 ഇടാൻ പാടുള്ളൂ. മറ്റുള്ള 8 എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഇത് പ്രൈം നമ്പർ ആണ്. ദിസ് ഇസ് എ പ്രൈം നമ്പർ. യു ക്യാൻ റൈറ്റ് ദ സെയിം. ഹിയർ 6 is a composite number. 6 you can split into 2 or more prime numbers. You can write 2 into 3, that is 6. Put a bracket here. Outside the bracket the same 3 is here. You can write the 3. Now 2 raised to 4 is already mentioned in the question paper. 2 raised to 1 into 3, that is a raised to m all raised to n is equal to a raised to mn. Here 1 into 3, 1 into 3, 1 into 3 അത് ഞാൻ വേറെ മാറ്റി എഴുതാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും.
2 raised to 4 is here into 2 raised to 1 into 3, that is 3. Then into 3 raised to 1 into 3, that is 3. നേരത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ these are close relatives, family members. You can join this one too. The giving or using the first law of exponent a raised to m into a raised to n summum a raised to m plus n. 2 raised to 2 plus 3. Sorry, 4 plus 3. 4 plus 3 is 7. ചില കുട്ടികൾ ഇവിടെ പ്ലസ് 1 ഇട്ടേക്കും, അതിടാൻ പാടില്ല. കാരണം ഇത് രണ്ടും ഒരേ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇവരെ ആഡ് ചെയ്യണം. 4 plus 3, that is 7. 2 raised to 7 into 3 raised to 3 എന്ന് കിട്ടും. അതിനുശേഷം +1 and +1. So 8 into 4, that is 32 is our answer. ഇത്രയും ചെയ്താൽ ഉത്തരമായോ ദിയ പാർവതി? 2 വര വേണം, വേണ്ടേ? വേണം. ഇത് മനസ്സിലായവർ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ ആണോ? ഓക്കെ, ശരി. ഇനി മനസ്സിലാക്കാത്തവര് നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ? ഇനി മനസ്സിലാകാത്ത കുട്ടികൾ യൂട്യൂബിൽ കണ്ടാൽ മതി. അടുത്ത ചോദ്യം, ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇന്നത്തെ ക്ലാസ്, കാരണം നമുക്ക് ഇനി സമയമില്ല അങ്ങനെ. അതുകൊണ്ടാ പഠിക്കാൻ ഇഷ്ടംമാതിരി. ലീവ് ചെയ്യേണ്ട ഒരിക്കലും ലീവ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. യൂട്യൂബിൽ ക്ലാസ് വരും. അതേതാ? ഞാനൊരു ചോദ്യം കൂടി തരട്ടെ, എന്നിട്ട് പോലെ. ആ, ചോദ്യം ഇതാണ്. തുടർച്ചയായ, ഇതിന് ഇംഗ്ലീഷ് വേർഷൻ ഞാൻ പറയും, തുടർച്ചയായ കോൺസിക്യൂട്ടീവ് 2 എണ്ണൽ സംഖ്യയുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ, തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ, തുടർച്ചയായ 2 നാച്ചുറൽ നമ്പേഴ്സ്, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്, ഗുണനഫലത്തിന്റെ ഒന്നിന്റെ സ്ഥാനത്തെ അക്കമാവാത്തത്, ഒന്നിന്റെ സ്ഥാനത്തെ അക്കം ആകാത്തത്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ പറയാം. Which of the following digit is not appear in the unit place of multiplying two consecutive natural numbers? അതിൽ ഓപ്ഷൻ ഞാൻ തരികയാണ്. ഓപ്ഷൻ നിങ്ങൾക്ക് തരാം, ഓപ്ഷൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ, പറയാം. ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 6. ദീസ് ആർ ദ ഓപ്ഷൻസ്. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാം. ആരും മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്, അന്ന് ഓഫ് ആക്കണേ, കാരണം നിങ്ങൾ അവിടുന്ന് എക്കോ വരുന്നുണ്ട് ഓൺ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ്. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ എഴുതിയ കാണോ? യെസ്. which of the following digits, which of the following, these are digits, which of the following digit is not appear in the unit place digit. എന്നാൽ ഒറ്റയുടെ സ്ഥാനത്ത്, once in the unit placeൽ വരാത്തത്, by multiplying two consecutive natural numbers. ആൻസർ കിട്ടിയവർക്ക് പറയാം. 2 അടുത്തടുത്ത നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റില് ആ പ്രൊഡക്റ്റിന്റെ അവസാനത്തെ അക്കമായിട്ട് വരാത്ത ഒരാളിലുണ്ട്. അതാരാ?
നമ്മുടെ ആൻസർ റെഡിയാണ്, 4 ആണ്. ഇതിന്റെ 4 ആണ് ശരി. ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണ്ട കുട്ടികളിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എക്സ്പ്ലനേഷൻ വേണോ? യെസ് ഓർ നോ? ഇതിന്റെ എക്സ്പ്ലനേഷൻ വേണോ? യെസ്, ഞാൻ എക്സ്പ്ലനേഷൻ തരാം. നിങ്ങൾ ഏതൊരു ഡിജിറ്റ് വന്നാലും ആ ഡിജിറ്റ് അവസാനിക്കുന്നത് 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 8 വരാം, 9 വരാം. ഇതാണല്ലോ സംഖ്യകളിൽ അവസാനിക്കുന്ന നമ്പേഴ്സ്, ഡിജിറ്റ്സ് വരുന്നത്. ഇപ്പൊ 10 ആകുമ്പോൾ 0 വരും, 11 ആകുമ്പോൾ 1 വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇതല്ലാതെ വേറൊന്നും ഒറ്റയുടെ സ്ഥാനത്ത് വരാനില്ലല്ലോ, കാരണം നമ്മളെ ആകെയുള്ള ഡിജിറ്റ്സ് ഇതൊക്കെയാണ്. അപ്പൊ അവിടെ 2 ഡിജിറ്റ് തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് അവസാനത്തെ അക്കാലിൽ നമ്മളിപ്പോ ഗുണിക്കുക, തുടർച്ചയായ 2 3 10 11 എന്നാണ് വിചാരിക്കുക. ഇത് രണ്ടിലും യൂണിറ്റ് പ്ലേസ് വരുന്നത് 0 വേണ്ട. ഇത് തമ്മിലൊന്ന് ഗുണിച്ചു നോക്കൂ നിങ്ങൾ, 0 ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കൂ, 2 കിട്ടും. ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കൂ, 6 കിട്ടും. ഇവ തമ്മിലൊന്ന് ഗുണിച്ചു നോക്കൂ, 12 കിട്ടും. അതിൽ 2ലാണ് അവസാനിക്കുന്നത്, നമ്മൾ 2ആയിരുന്നത്. 4ഉം 5 തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, 20 കിട്ടും, 0ലാണ് അവസാനിക്കുക. 6ഉം 5ഉം ഗുണിച്ചാൽ 30 കിട്ടും, 0ത്തിൽ അവസാനിക്കുന്നു. 6 7 42, 2ൽ അവസാനിക്കുന്നു. 7 56, 6ൽ അവസാനിക്കുന്നു. 9 8 22, 2ൽ അവസാനിക്കുന്നു. അപ്പോ അടുത്തടുത്ത ഏത് സംഖ്യ തമ്മിൽ തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ അവസാനിക്കുന്ന ആളുകൾ 0 2 6 2 0 0 2 ഇത് മാത്രമേ വരൂ. എന്ന് പറഞ്ഞാൽ 0 2 6 മാത്രമേ വരൂ. അത് അവസാനിക്കുന്നതാണ്. നിങ്ങളോട് ചോദിച്ചത് അവസാനിക്കാത്തതാണ്. അതാരാണ്? 4. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? യെസ്, വെരി 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 ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം. Sum of 10 consecutive odd number is 500. What is the sum of next 10 consecutive odd numbers? ചോദ്യം ഒന്നുകൂടി പറയാം. Sum of 10 consecutive odd number is 500. തുടർച്ചയായ sum of 10 consecutive odd number is 500. തുടർച്ചയായ 10 ഒറ്റസംഖ്യയുടെ തുക 500 ആകുന്നു. What is the sum of next 10 consecutive odd numbers? അടുത്ത 10 ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ് എന്നാണ് ചോദ്യം. 700. റൈറ്റ് ആൻസർ. 700. ആരാ 700 പറഞ്ഞത്? പറയൂ. മയൂക. ഈ 700 500 200 ആഡ് ചെയ്തായിരിക്കുമ്പോൾ അല്ലയോ? എങ്ങനെയാ നമുക്ക് 200 കിട്ടിയത്? നെക്സ്റ്റ് 10 കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് 10 സ്ക്വയർ into 2 ചെയ്തു. 10 സ്ക്വയർ എത്രയാണ്? 100. 100നെ 2 കൊണ്ട് ഗുണിച്ചു. മയൂക ഏത് സ്കൂളാ? സെന്റ് മൈക്കിൾസ്. ഓക്കെ. 10 സ്ക്വയർ 100, അതിന്റെ 2 കൊണ്ട് ഗുണിച്ച് ഡബിൾ എടുത്തു. ഇത് എല്ലാ കാര്യത്തിലും ഓക്കെ ആണോ മോളെ? അല്ല, വേറെ സംഖ്യകൾക്കും ഇതുപോലെ തന്നെ ശരിയാവൂലേ? നമുക്ക് നോക്കാം. 1 + 3 + 5 എത്രയാണ് മോളെ? 9. അപ്പം നിങ്ങളോട് ചോദിക്കുന്നു, തുടർച്ചയായ 3 ഒറ്റസംഖ്യകളുടെ തുക 9 ആയാൽ തുടർന്ന് വരുന്ന 3 ഒറ്റസംഖ്യകളുടെ തുക എത്ര? അത് നിങ്ങളിത് കൂട്ടി നോക്കാതെ തന്നെ പറയാൻ പറ്റും. മയൂക പറഞ്ഞതുപോലെയാണെങ്കിൽ 1 2 3 3 എണ്ണാണുള്ളത്. 3ന്റെ സ്ക്വയർ എടുക്കുക 9, 9ന്റെ ഇരട്ടി എടുക്കുക 18. ഇതിന്റെ കൂടെ 18 ആഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് 27 കിട്ടും. നമുക്ക് നോക്കാം 27 കിട്ടുന്നുണ്ടോ? ശരിയാണ്. 9ഉം 11ഉം 20ഉം 27. വേറെ അടുത്തവർക്ക് 5 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. 5 + 7 + 9 + 11 how much? ഇത് ക്ലിയർ ആക്കി തരാം. ക്ലിയർ ആവാത്തവർ ക്ലിയർ ആക്കി തരാം. 9 + 9 5 + 7 + 9 + 11. റിയ ഫാത്തിമ പറയൂ. റിയ
32. അറിയാ പാർവതി പോയോ? പോയിട്ടില്ല. 32. 5 + 7 + 9 + 11 32. എങ്കിൽ അടുത്ത നാലെണ്ണം പറഞ്ഞ നാലെണ്ണം പിന്നെ എടുക്കാവൂ. 13 + 15 + 17 + 19. നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇത് നാലെണ്ണായതുകൊണ്ട് ആഡ് ചെയ്യുക. കുറെ എണ്ണം 40 തന്നാലോ. അപ്പൊ ഇവിടെ ആഡ് ചെയ്യണ്ട. ആഡ് ചെയ്യാതെ എങ്ങനെ കണ്ടുപിടിക്കാം? 4 എണ്ണമാണെങ്കിൽ 4ന്റെ സ്ക്വയർ എടുക്കുക ആദ്യം. അത് 16. 16ന്റെ ഇരട്ടി എടുക്കുക. എത്ര? 16ന്റെ ഇരട്ടി 32. 32 32 കൂട്ടണം. അപ്പൊ 64. അപ്പൊ ഇത് നിങ്ങൾ കൂട്ടിയപ്പോ 64 കിട്ടും. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 64 കിട്ടും. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം. ഇനി അടുത്ത ഒരു ചോദ്യത്തോടു കൂടി ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ച് കഴിയുന്ന സമയത്ത് തന്നെ ഒരു 3 ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരും. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ തരണം. യെസ്. അടുത്ത അതൊക്കെ നേരത്തെ ഒന്ന് പറയണ്ട മോളെ. എന്താണ് ഒരു ചോദ്യം പറ മോളെ. പേരെന്താ? ദേവനന്ദ. ഇത് കഴിഞ്ഞ പാട്. ദേവനന്ദ നേരത്തെ ഞാൻ കുറെ വിളിച്ചു നോക്കി. 5:15. ദേവനന്ദ മിണ്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? മൈക്കോ അതാ പറ്റിയത്. സാരമില്ല. 5:15 മുമ്പായിട്ട് തന്നെ നമ്മുടെ കുറെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. ലീന വന്നു, ശിവാനി വന്നു, ജിയ വന്നു, ധ്യാന വന്നു. അപ്പോൾ അവരൊക്കെ നേരത്തെ വന്നു. പിന്നെ അവരൊക്കെ കോഹോസ്റ്റ് ആക്കുകയും ചെയ്തു. എനിക്കെന്താണെന്ന് അതിന് മുമ്പേ ഇത് ഒരുങ്ങേണ്ടിയിരുന്നു. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യണമെങ്കിലും ഈ ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മണിക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ ഇവിടുന്ന് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു തരേണ്ടി വരും. 5 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. മോളിന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ദേവനന്ദനെ ഒന്ന് വിളിക്കണം. അതുപോലെ കാർത്തിക് ഇതിലുണ്ടെങ്കിൽ കാർത്തിക്കും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ വിളിക്കണം. ഓക്കെ ആണോ കാർത്തിക്? ഓക്കെ. 2 പേരും ഒന്ന് വിളിക്കും. ശരി. നമുക്ക് ആ ചോദ്യമൊക്കെ ഒന്ന് ക്രോഡീകരിക്കണം. കുറേ പുതിയ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം ആദ്യം ക്ലാസ് ലഭിക്കാത്ത പ്രയാസം ഉണ്ടാവാം. അതൊക്കെ നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു ചോദ്യം, ആ ചോദ്യം കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇത് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ആദ്യം നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാം. കാർത്തിക വരച്ചോ? പെട്ടെന്ന് വരച്ചു. നമുക്കതിന് പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുക്കാം. കാർത്തിക ഓക്കെ ആണോ? ഇനി ABCD ഈസ് എ റെക്റ്റാങ്കിൾ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു F അടയാളപ്പെടുത്താം. F. ഡിയിൽ നിന്ന് Fലേക്ക് നമുക്കൊരു ലൈൻ കൊടുക്കാം. F ആണ്. Fൽ നിന്ന് Aയിലേക്കും നമുക്കൊരു വര വരയ്ക്കാം. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ പേരെന്ന് പറയാമോ മോനെ? അതൊന്നും പറയണ്ട. നിങ്ങൾ ഈ ഇംഗ്ലീഷിൽ AFD എന്ന് ട്രയാങ്കിൾ. നമുക്ക് സമപാർശ്വമൊന്നും ഇവിടെ പ്രശ്നമല്ല. എൻ്റെ ചോദ്യം ഇതാണ്. ആ ട്രയാങ്കിൾ എന്താണ്? ശരി. ഇനി ഞാൻ വേറൊരു കാര്യം പറയുകയാണ്. അത് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ E എന്ന ബിന്ദു അടയാളപ്പെടുത്തി. ഞാൻ വേറൊരു കളറുണ്ട്. നിങ്ങൾ വേറെ കളറുകൊണ്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുകൊണ്ടാണ്. വേറൊരു കളറുണ്ട്. ഇവിടെ E ആണ്. ഇയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു. അത് അങ്ങനെ തന്നെ ഇവിടുന്ന് ബിയിലേക്ക് താഴ്ത്തി. അപ്പോൾ ഈ റെഡിങ് കൊണ്ട് കിട്ടിയിരിക്കുന്ന ആ ത്രികോണത്തിന്റെ പേരെന്താണ് മോനെ? സോ ABC. എന്റെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ആരും വിളിച്ചു പറയരുത്, കമന്റ് ചെയ്താൽ മതി. ABCD ഈസ് എ റെക്ടാങ്കിൾ. ഏരിയ ഓഫ് AB ഈസ് നിങ്ങൾക്ക് ABE ഈ റെഡ് കളർ കൊണ്ട് മാർക്കിയിരിക്കുന്ന ABEയുടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഇതാ തരുന്നു. പരപ്പളവ് ഞാൻ തരികയാണ് ഫ്രീ ആയിട്ട്. 40 സെന്റിമീറ്റർ സ്ക്വയർ. ABEയുടെ ഏരിയ നിങ്ങൾക്ക് ഞാൻ തരികയാണ് ഫ്രീ ആയിട്ട് 40 സെന്റിമീറ്റർ സ്ക്വയർ. എന്റെ ചോദ്യം ഇതാണ്. ABE 40 ആയാൽ AFD എത്രയായിരിക്കും ഏരിയ?
എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ ഈ കറുപ്പ് മഷി കൊണ്ട് വരച്ചത് അതെത്തുകയും ദിയ പാർവതി കേട്ടോ ചോദ്യം? ആ ചോദ്യം മാത്രം ഒന്നുകൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത മോളെ, ചോദ്യം മാത്രം. നമുക്കിവിടെ തന്നിരിക്കുന്നത് ABCD എന്ന് പറയുന്ന ഒരു ചതുരമാണ്. അതിൽ DFA എന്ന് പറഞ്ഞ ഒരു ത്രികോണം കറുപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം AEB എന്ന ഒരു ട്രയാങ്കിൾ ചുവപ്പ് മഷി കൊണ്ടും അടയാളപ്പെട്ടിരിക്കുന്നു. ABEന്റെ ഏരിയ 40 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ AFD എന്ന ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? അതാണ് ചോദ്യം. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? ടൈപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും മിണ്ടുന്നില്ല. അതെന്താ ദിയ പാർവതി ആരും മിണ്ടാത്തത്? പേടിയുണ്ടോ? എങ്ങനെ? അയ്യ, അങ്ങനെ ഒന്നും വിചാരിക്കരുതേ. അങ്ങനെ ഒരു വിചാരം നമ്മളെ ക്ലാസ്സിലേ ഇല്ല. നിങ്ങൾക്ക് എന്ത് പറയാലോ, കുട്ടികളല്ലേ. എന്താ മോന്റെ പേര്? എന്താ പേര്? ഹരിനന്ദ്. ഏത് സ്കൂളാ? ഓ, കുറെ ആൾക്കാരുടെ മുന്നിലല്ലേ ഇപ്പൊ സംസാരിക്കേണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ സംസാരിച്ച് പഠിക്കുക. നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്ത് പറയാം. കാരണം നിങ്ങളിപ്പോൾ ആരും കാണുന്നൊന്നുമില്ല ഒന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കുറെ കുട്ടികൾ ഇതിലുണ്ട്. പിന്നീട് അത് യൂട്യൂബിൽ വരും. അതൊക്കെ എന്താ, നമ്മൾ അങ്ങനെയല്ലേ സംസാരിച്ച് പഠിക്കുക, കുട്ടികളല്ലേ. എന്താണ് ചോദ്യം? ഒരു ഇംഗ്ലീഷ് മീഡിയം ചോദ്യത്തിന് ഒരു കുട്ടിക്ക് പറയാൻ പറ്റും. എന്താ ഇംഗ്ലീഷ് മീഡിയം ചോദ്യം എന്ന് കൊടുക്കാമോ? എന്താണ് ഉദ്ദേശിച്ചത്? പറയും. ABCD is a rectangle. Okay. Good. Okay. AFDയുടെ ഏരിയ എത്രയാണ്? നിങ്ങൾക്ക് ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് പരസ്യമാക്കാതിരുന്നാൽ മതി. ഒരു റെക്ടാങ്കിളിന് അത് സ്ക്വയർ ആയിരിക്കും. ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് കോർണറിൽ നിന്ന് ഒരു വശത്തേക്ക് വരയ്ക്കുന്ന ഏത് ത്രികോണമായിക്കോട്ടെ അതിന്റെ ഏരിയ സെയിം ആയിരിക്കും. അത് മനസ്സിലാക്കി വെച്ചോ. ഒരു ചതുരത്തിന്റെ നീളം ആ ത്രികോണത്തിന്റെ പാദത്തിന് തുല്യമായിരിക്കും. ഇതിന്റെ നീളം ഇതിന്റെ പാദത്തിന് തുല്യമായിരിക്കും. ത്രികോണത്തിന്റെ ആ ത്രികോണത്തിന്റെ ഉയരം ചതുരത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ ഈ ത്രികോണത്തിന്റെ ഉയരം അത് ചതുരത്തിന്റെ വീതിക്ക് തുല്യമായിരിക്കും. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ പകുതിയാണ് ത്രികോണത്തിന്റെ ഏരിയ. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ RPH ആണ് ത്രികോണം എന്ന്. അപ്പൊ നിങ്ങൾ തൽക്കാലം ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് കോണിൽ നിന്ന് ഞാൻ ആദ്യം വരച്ചിരിക്കുന്ന ഈ ഏരിയ തന്നെയായിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ. അതായത് ത്രികോണത്തിന്റെ രണ്ട് ശീർഷങ്ങളിൽ ചതുരത്തിന്റെ രണ്ട് കോണിൽ നിന്നും ഏതെങ്കിലും ഒരു വശത്തേക്ക് വരച്ചു കിട്ടുന്ന ത്രികോണം അത് സെയിം ആയിരിക്കും. അതിന്റെ ഏരിയ ആയിരിക്കും വേറെ ഒരു ത്രികോണം വരച്ച. ഇനിയും വരയ്ക്കാം. ഇനിയും നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ആ ത്രികോണത്തിന്റെ ഏരിയ സെയിം ആയിരിക്കും. ഇത് ക്ലിയർ ആയോ ഇപ്പോൾ? ഓക്കെ. അത് എന്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ചതുരത്തിന്റെ നീളം, ഈ ചതുരത്തിന്റെ നീളമാണ് ആ ത്രികോണത്തിന്റെ പാദത്തിന് തുല്യമായിട്ട് വരുന്നത്. അതാണ് പ്രശ്നം, വേറൊന്നുമില്ല. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് മനസ്സിലാക്കുക. ഈ രണ്ട് കോർണറിൽ നിന്ന് ഒരു വശത്തേക്ക് വരയ്ക്കുന്ന ത്രികോണവും വേറെ രണ്ട് കോർണറിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ത്രികോണവും ഇനിയും ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ ത്രികോണവും ഒക്കെ എന്തായിരിക്കും? ഏരിയ സെയിം ആയിരിക്കും എന്ന് പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഒരു എന്തോ ചോദിക്കാനുണ്ടല്ലോ. ആരെന്തോ പറയുന്നു. ചോദിക്കാനുണ്ട്. ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. ഞാൻ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓ 128. ആരാ വിളിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? കാർത്തിക്. ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചോട്ടോ.
ഇത് മനസ്സിലായോ? ഈ സംഭവം കാർത്തിക, ഈ സംഭവം മനസ്സിലായോ? ആ കാർത്തികേ, എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന തത്വം? ഇതിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്താണ്? ഇതെന്തുകൊണ്ടാ ഒരേപോലെ ഇത് 40-40 പറയൂ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ മറ്റൊരു വശത്തിലേക്ക്, ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകളിൽ നിന്നും മറ്റൊരു വശത്തിലേക്ക് വരയ്ക്കുക. ത്രികോണത്തിനല്ല നമ്മൾ കോൺ ഇത് വരച്ചത്. നമ്മൾ വരച്ചത് ആദ്യം ചതുരത്തിനല്ലേ, റെക്ടാംഗിളിന്. ഒരു ചതുരത്തിന്റെ രണ്ട് കോണുകളിൽ നിന്നും മറ്റേ വശത്തേക്ക് വരയ്ക്കുന്ന വരയുടെ ഉള്ളിലെ ത്രികോണത്തിന്റെ ഏരിയയും മറ്റു രണ്ട് വശങ്ങളിൽ നിന്ന് വരയ്ക്കുന്ന ത്രികോണത്തിന്റെ ഏരിയയും തുല്യമായി. അത് യാതൊരു മാറ്റവും ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ചതുരം തിരിച്ചു വെച്ചാൽ കിട്ടുന്ന സാധനമാണ്. ഇത് ഇന്നത്തെ ചോദ്യം ഇതാണ്. ആ ചോദ്യം എഴുതിയെടുത്തോളൂ. ആദ്യം മലയാളം പറയാം, പിന്നെ ഇംഗ്ലീഷും പറയാം. The average of three numbers, the average, ഇന്നൊരൊറ്റ ചോദ്യം തീർന്നുള്ളൂ. ഇപ്പൊ ആരും ടൈപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ് വരും. ആ സമയത്ത് മാത്രമേ നിങ്ങൾ കമന്റ് ചെയ്യാവൂ. ആദ്യമായിട്ട് കമന്റ് ചെയ്യുന്ന കുട്ടികളുടെ നിന്നാണ് നമ്മൾ കുട്ടികളെ സെലക്ട് ചെയ്യുക. കുറേ കുട്ടികൾ കമന്റ് ചെയ്താൽ അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുക ചെയ്യുക. ആ കുട്ടിയെ വിജയിയെ കണ്ടെത്തും. അതുകൊണ്ട് ഇപ്പം ആരും ടൈപ്പ് ചെയ്യണ്ട. ദ ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ്, മൂന്ന് സംഖ്യകളുടെ ശരാശരി ഈസ് 66, 66. ഫസ്റ്റ് നമ്പർ ഈസ് twice the second number or double of the second number. Twice the second number. ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്, ഡബിൾ ആണ്. ആൻഡ് ഫസ്റ്റ് നമ്പർ ആണ്. ഫസ്റ്റ് നമ്പർ അഗൈൻ ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് നമ്പർ ഈസ് 3 times of third number. ആ ഫസ്റ്റ് നമ്പർ തന്നെ വീണ്ടും പറയുന്നു, മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയാണ്. ഓഹോ. And what is the first number? ഇപ്പം വേണ്ട, യൂട്യൂബിൽ ക്ലാസ് വരുന്ന സമയത്ത് മതി. വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം. ഞാൻ ചോദ്യം ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാൻ ശേഷം മലയാളത്തിൽ ഞാൻ പറയും. ദ ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് 66. First number is twice the second number. And first number is 3 times of the third number. What is the first number? മൂന്ന് സംഖ്യകളുടെ ശരാശരി. മലയാളം ഞാൻ എഴുതണോ മക്കളെ? എഴുതണമെങ്കിൽ നിങ്ങൾ പറയണം. അപ്പം മലയാളം എഴുതണ്ട, പറഞ്ഞാൽ മതി. മൂന്ന് സംഖ്യകളുടെ ശരാശരി 66 ആകുന്നു. അതിൽ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യയുടെ ഇരട്ടിയാണ്. അത് മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നിരട്ടിയുമാണ്. എങ്കിൽ ഒന്നാമത്തെ സംഖ്യ ഏതാണ് എന്ന് ഇന്ന് തന്നെ കണ്ടുപിടിക്കുക. ഉടനെ തന്നെ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെയും നമുക്ക് 5:30 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇന്ന് ക്ലാസ് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. എല്ലാവർക്കും വിജയം നേരുന്നതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും ആദ്യത്തെ മാർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റഡ് എല്ലാവർക്കും ഗിഫ്റ്റഡ് കുട്ടികളാകാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനോടടുത്ത് നിൽക്കുന്ന എന്ന് പറയുക ഒരു 80-ലധികം മാർക്ക് വാങ്ങുന്ന USS മാർക്ക് വാങ്ങുന്ന കുട്ടികളാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.